കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ ആരംഭിക്കുകയാണ്. നമ്മുടെ കൃഷി കളച്ചിട്ടാണ് ഇതിന്റെ ആരംഭം തുറക്കുന്നത്. പണ്ടത്തെ കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൃഷി വിതയ്ക്ക് തുടങ്ങുകയാണ്. ഞങ്ങളുടെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന് നല്ല അഭിവൃദ്ധി ഇതോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച് കെട്ടിലപ്പാടത്തിലാണ് ഞങ്ങളിപ്പോൾ വിത്ത് വിതയ്ക്കുന്നത്. എല്ലാം കൊണ്ടും നല്ല അഭിവൃദ്ധിയിൽ ഞങ്ങളുടെ പദ്ധതികൾക്കെല്ലാം സമ്പൂർണ്ണ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 2026-27 സാമ്പത്തിക വർഷത്തെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, അത് വിത്ത് വിതച്ചുകൊണ്ടാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. കെട്ടിലപ്പാടം പാടശേഖരമാണ് അതിനെ തിരഞ്ഞെടുത്തത്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പഞ്ചായത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാർഷിക മേഖല തന്നെയാണ്. ആ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുക എന്ന് തന്നെയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് തുടർന്നുള്ള കാലങ്ങളിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരത്തെയും അതേപോലെ തന്നെ കർഷകരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഈയൊരു ഉദ്ഘാടന ചടങ്ങിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഈയൊരു ആശയം നമുക്കറിയാം, പഴയ കാലത്താണ് ഇത്തരത്തിൽ വിത്ത് വിതച്ചുകൊണ്ടുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നൊക്കെ പുതിയ കൃഷി രീതികളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എല്ലാ ആളുകളും കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതി ഇന്നില്ല. പുറത്തുനിന്നുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൃഷിപ്പണികളൊക്കെ ചെയ്യുന്നത്. പഴയ കാലത്ത് നമ്മൾ കുടുംബങ്ങളിലെ എല്ലാവരും ചേർന്നാണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ പഴയ കുട്ടിക്കാലമൊക്കെ ഓർത്തു പോവുകയാണ്. നമ്മുടെ അച്ഛനും വലിയച്ഛനും ഒക്കെ കർഷകരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ ഉഴുതുകൊണ്ട് അന്ന് വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക പൂജയോടുകൂടെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ള വലിയൊരു സന്തോഷം നിലനിൽക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികളെല്ലാം നല്ല രീതിയിൽ ഈ വർഷം നടപ്പിലാക്കുകയും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലേക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പദ്ധതികൾ എല്ലാം നല്ല രീതിയിൽ നടപ്പിലായിക്കൊണ്ട് കർഷകർക്ക് മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആനുകൂല്യങ്ങളും ഇതിനോടൊപ്പം ലഭിക്കട്ടെ, അവർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കൃഷി നിലമാണ് ഈ വർഷം വിരിപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വിരിപ്പും മുണ്ടകനും പുഞ്ചയും ഉൾപ്പെടെ കൊണ്ടാഴി പഞ്ചായത്തിൽ 3 പൂവൽ കൃഷി ചെയ്യത്തക്ക രീതിയിലുള്ള ആവശ്യമായ ഇടപെടലുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ ഒരു കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിലും വരുന്ന ദിവസങ്ങളിൽ വരുന്ന വർഷങ്ങളിൽ കർഷകരെ സഹായിക്കുന്ന നിലപാടുമായിട്ടാണ് പഞ്ചായത്ത് മനസ്സിൽ പോകുന്നത്. അതിനാവശ്യമായ സഹായം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഉൾപ്പെടെ സഹായങ്ങളുണ്ട്. ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തു നിന്നുകൊണ്ട് എല്ലാ മെമ്പർമാരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. ഞങ്ങൾ അതിൽ രാഷ്ട്രീയമില്ല, കൊടിയുടെ നിറമില്ല, കർഷകരാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ടാഴി ഒരു കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖല അഭിവൃദ്ധിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ കൊണ്ടാഴിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് പരമാവധി പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ കൊണ്ടാഴി തന്നെ വിപണനം നടത്തുവാനുള്ള ആലോചന കൂടി പഞ്ചായത്ത് ഭരണസമിതി ആലോചിക്കുന്നുണ്ട്. എന്തായാലും 5 വർഷത്തിനുള്ളിൽ അതിന് കൃഷിക്കാരും കൃഷി ഓഫീസറും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അത് നടപ്പിലാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ 5-ാം വാർഡിലെ കെട്ടിലപ്പാടം പാടശേഖരത്തിലാണ് ഇത് നടത്താൻ പോകുന്നത്. പഞ്ചായത്ത് പദ്ധതി നടപ്പാക്കുമ്പോൾ കൃഷി ഓഫീസർ പറഞ്ഞ് നമുക്ക് വിത്ത് വിതച്ച് തുടക്കം കുറിക്കുന്നത് പഴയകാലത്തെ നേരത്തെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വിത്തിറക്കൽ മഹോത്സവമാക്കി നടത്തണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അതിനിവിടെ തുടക്കം കുറിക്കുകയാണ്. ഇറങ്ങിക്കോളൂ. ഒരു കൊണ്ടുപോകണം.